ബട്ട് ഇനി ടു ഡേഞ്ചറാണ്. നമ്മൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലെന്നാണ് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ ടൈഗർ മാർക്ക് കണ്ട. യെസ്, നമ്മൾ അടുത്തായിട്ട് ഒരു ടൈഗറിൻ്റെ ടെറിട്ടറിയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. കാടിനുള്ളിലേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ കയറുമ്പോൾ സിഗ്നൽസ് കൊടുക്കുന്നത്, അതായത് പുറത്തുനിന്ന് ആൾ വന്നിട്ടുണ്ടെന്നുള്ള സിഗ്നൽസ് കൊടുക്കുന്നതാണ് ഈ കേൾക്കുന്നത്. കണ്ടോ, കേട്ടോ? നമ്മൾ പോകുന്ന വഴിക്കൊരു കാട്ടുപോത്ത് നിൽക്കുന്നതാ. എല്ലാവരും ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ, കാരണം ഇത് എവിടേക്കാണ് ഓടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഹലോ, ഹായ്, ശബരി വർക്കലയാണ്. അപ്പോൾ അഗെയിൻ നമ്മൾ കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാടിൻ്റെ തമിഴ്നാട് എന്ന് പറയുന്ന കുറേ ട്രെക്കിംഗ് സ്പോട്ടുകൾ ഓപ്പൺ ആയത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ അതിലൊരു ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകുമ്പോഴാണ്. ഞാനിപ്പോൾ ഉള്ളത് ടോപ്പ് സ്ലിപ്പിലാണ്, അതായത് ആനമല ടൈഗർ റിസർവിനുള്ളിലാണ് ഈ ടോപ്പ് സ്ലിപ്പ് വരുന്നത്. അപ്പോൾ ഈ ടോപ്പ് സ്ലിപ്പിൽ നിന്ന് നമ്മൾ നേരെ ട്രെക്കിങ്ങിന് പോകണമെന്ന് പറയുന്നത് പാണ്ഡരവരെ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിലാണ് കേട്ടോ. കുറേ കാലം മുന്നേ നമുക്കിതൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു കുറച്ച് റീസെൻ്റ്ലി ഒരു 1 ഇയർ ആവുന്നു ഈ ട്രെക്കിംഗ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ 7:30 റിപ്പോർട്ട് ചെയ്യണം കേട്ടോ, ആനമല ടൈഗർ റിസർവിനുള്ളിൽ ടോപ്പ് സ്ലിപ്പിൽ. അപ്പോൾ നമുക്ക് വരാനായിട്ട് ബസ് സർവീസ് അവൈലബിൾ ആണ്. പൊള്ളാച്ചിയിൽ നിന്ന് 6:15 ബസ് എടുക്കും. അത് ഇവിടെ ഒരു 7:45 ഒക്കെ ആകുമ്പോൾ എത്തും. അതിൽ വരാം, ഇല്ലെങ്കിൽ നമ്മുടെ ഓൺ വെഹിക്കിളിൽ നമുക്കിവിടെ എത്തിച്ചേരാവുന്നതാണ്. 2 വീലേഴ്സ് അലൗഡ് അല്ല കേട്ടോ. സംഭവം അതായത് ഇവിടെ ഡെറ്റോളും വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളെ കാലിലൊക്കെ സ്പ്രേ ചെയ്യണം കേട്ടോ. കാരണം പോകുന്ന വഴിക്ക് ലീച്ചസ് ഉണ്ടാവും, നല്ല കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡെറ്റോൾ മാത്രമാണ് നമ്മൾ കാലിൽ തേക്കുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും. സോ വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് തേക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഇതുവരെ നല്ല പുൽമേടായിരുന്നു കേട്ടോ. അതെ, നമ്മൾ ശരിക്കും കാടിൻ്റെ ഒരു ഡോറ് തുറന്ന് അങ്ങോട്ട് കയറുകയാണെന്ന് പറയാം. ഇതൊരു എൻട്രൻസ് ആണ്. നമ്മളങ്ങനെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. അതായത് ഈ രണ്ട് സ്ഥലവും തമ്മിലൊരു ഡിഫറൻസ് ഇല്ലേ. ഇവിടെ ഇങ്ങനെ ഫുള്ള് താഴെ ഫുൾമേടും, അത് കഴിഞ്ഞ് മൊത്തം ഇങ്ങനെ വലിയ ഹൈറ്റുള്ള മരങ്ങൾ. ഫസ്റ്റ് കാഴ്ച അടിപൊളി, നിറയെ മാനാണ്. നമ്മളെ കാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അടിപൊളി കാഴ്ച കിട്ടിയെന്നുള്ളതാണ്. ஜெயிண்ட் வுட் ஸ்பைடர், ஓகே. ஓ, ஃபீமேல் வந்து பெருசாக இருக்கும். இது மெயில் வந்து சின்னதாக இருக்கும். എന്താ ഒരു ചെറിയ സൗണ്ട് കേട്ടോ, നോക്കിയതാണ് കേട്ടോ. അവിടെ ഉള്ളിൽ എന്താ ഒരു ചെറിയ സൗണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറുന്തോറും വിസിബിലിറ്റി കുറഞ്ഞു വരിക കേട്ടോ. അതായത് നല്ല കുറ്റിക്കാടുകളൊക്കെ തന്നെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു 15 മീറ്റേഴ്സ് മാത്രമാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വിസിബിലിറ്റി കിട്ടുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ടൈഗർ മാർക്ക് കണ്ട. യെസ്, നമ്മൾ അടുത്തായിട്ട് ഒരു ടൈഗറിൻ്റെ ടെറിട്ടറിയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈഗറിൻ്റെ ടെറിട്ടറി എങ്ങനെയാണെന്ന് അറിയാമല്ലോ, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അത് മാർക്ക് ചെയ്തിട്ടിരിക്കും പല മരങ്ങളിലും. അപ്പോൾ ഈ ടൈഗർ മാർക്ക് ചെയ്തിട്ടിട്ടും അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്തിട്ടിട്ടുമാണ് അതിൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത്. സോ ഒരു ടൈഗർ ടെറിട്ടറിയിലേക്കാണ്
നമ്മൾ കയറിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ആനയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. இப்படி போயிருக்கா இல்லை இப்படி வந்திருக்கா? போயிட்டு வந்து. ഇങ്ങനൊരു വഴിയിലൂടെയാണ് നമ്മൾ വന്നത് കേട്ടോ. ജസ്റ്റ് ഉള്ളിലേക്ക് കയറി പോവാൻ. നമ്മൾ നേരത്തെ നടന്നുകൊണ്ടിരുന്ന പാത്തുനിന്ന് കുറച്ചുകൂടി ഒരു നാരോ പാത്തിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ചെടികളൊക്കെ ഇങ്ങനെ നമ്മളെ തട്ടി ഉരസിയാൽ നമുക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുള്ളൂ. മറ്റത് കുറച്ചുകൂടി ഒരു വിട്ടുണ്ടായിരുന്നു വഴിക്ക്. കാടിനുള്ളിലേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ കയറുമ്പോൾ സിഗ്നൽസ് കൊടുക്കുന്നത്, അതായത് പുറത്തുനിന്ന് ആൾ വന്നിട്ടുണ്ടെന്നുള്ള സിഗ്നൽസ് കൊടുക്കുന്നതാണ് ഇത് ഈ കേൾക്കുന്നത്. കണ്ടോ, കേട്ടോ? ഈ കാട്ടിലേക്ക് ഒരാൾ കയറിയാൽ 120 കോൾസ് കൊടുക്കും അതിൻ്റെ ഫ്രണ്ട്സിന്, മറ്റു പക്ഷികൾക്ക്, കാടിന്. ആ ഒരു സാധനമാണ് നമ്മുടെ ബാക്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ட்ராங்கோ ஆமாம், 120 கால் கொடுக்கும். நம்ம வந்தனால எல்லா பேர்ட்ஸுக்கும் கால் கொடுத்துட்ருக்கு. எல்லா பேர்ட்ஸுக்கும் நம்ம இருக்கும். ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടോ. അത് മലബാർ ഗ്രേ ഹോൺബില്ലാണെന്നാണ് പറയുന്നത്. ഒന്നൊരു ചവിട്ടി. യെസ്, അതായത് ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ പുള്ളി ഓരോന്നിലും ചവിട്ടി നോക്കുക കേട്ടോ. അപ്പോൾ ആ ചവിട്ടി നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അതായത് അതിൽ ഈറാനുണ്ടോ ഇല്ലെന്നുള്ളതാണ്, എത്രത്തോളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ പഴക്കം നോക്കാൻ കേട്ടോ. ഇന്നിട്ടതാണോ ഇന്നലത്താണോ എന്നുള്ള പഴക്കം നോക്കിയതാണ്. അതായത് നമ്മൾ ഈ പാത്ത് തെളിച്ചിട്ടിട്ടുണ്ടല്ലോ, ട്രക്കിംഗ് പാത്ത്, ഈ പാത്ത് സെയിം ആ പാത്തിലൂടെയാണ് ആനയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യെസ്, അത്യാവശ്യം നല്ല ഇറക്കമാണ്. നമ്മൾ ഇത്രത്തോളം നേരം നമ്മളിങ്ങനെ കുറച്ച് പ്ലെയിൻ സർഫസിലൂടെയാണ് നടന്നു വന്നത്. ബട്ട് ഇനി ടു ഡേഞ്ചറാണ്. നമ്മൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലെന്നാണ് പറയുന്നത്. നമ്മൾ ഇത്തരം ഇറക്കങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും എങ്ങനെ ഇറങ്ങണമെന്ന് അറിയാമോ? അതായത് നോർമലി നമ്മളെപ്പോഴും കാല് വയ്ക്കുന്ന പോലെ അല്ലാതെ നമ്മൾ സൈഡ് വെച്ച് ഇറങ്ങണം. അപ്പോൾ നമ്മൾ അധികം സ്ലിപ്പ് ചെയ്യത്തില്ല. വേണ്ട, ഇങ്ങനെ ഇറങ്ങണം. അതായത് നമ്മൾ ഇങ്ങനെ ഇറങ്ങണം, അപ്പോൾ അധികം സ്ലിപ്പ് ചെയ്യത്തില്ല. യെസ്, അപ്പോൾ ഇനി അടുത്ത ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങളും ഇത് ഫോളോ ചെയ്ത് നോക്കേ. പുലിയുടെ കാഷ്ടമാണ് കിടക്കുന്നത്. പുലിയുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ടൈഗറുണ്ട്, പുലിയുണ്ട്, ആനയുണ്ട്, എല്ലാത്തിൻ്റെ പ്രസൻസും ഉണ്ട് കേട്ടോ ഇവിടെ. ഒക്കെ മാർക്കണ്ട, ടൈഗർ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. ടൈഗർ മാർക്ക് ചെയ്തിട്ടിരിക്കട്ടെ. ഈ ഒരു ട്രക്കിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ? ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ക്ലോസ് ചെയ്തിട്ടിരുന്ന ഫോറസ്റ്റാണ്. മനുഷ്യൻ്റെ കാൽപ്പെരുമാറ്റമൊന്നും അധികം ഇതുവഴി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അനിമൽസിൻ്റെ ടെറയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. വേഴാമ്പലിൻ്റെ സൗണ്ട് കേട്ടോ. വേഴാമ്പൽ ഫ്ലൈ ചെയ്യുന്ന സൗണ്ടില്ലേ, അത് കേട്ടപ്പോഴാണ് നിന്ന്. ഈ ബട്ടർഫ്ലൈസ് ഒക്കെ തടിയിൽ ഇങ്ങനെ ഇരിക്കില്ലേ, അതേപോലെ നിറയെ മിസ്സായി. രണ്ട് സ്ഥലത്ത് കരടി കുഴിച്ചിട്ടിരിക്കുക കേട്ടോ, മാന്തിരിക്കുക. ലങ്കൂർ കുറേ നേരം കൊണ്ട് ബഹളം കേട്ടോ. ഇങ്ങനെ സിഗ്നൽസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക മരത്തിൻ്റെ മുകളിലിരുന്നിട്ട്. കാടിങ്ങനെ ഫുള്ള് മുഴങ്ങി കേട്ടോണ്ടിരിക്കുക.
ബ്ലാക്ക് വുഡ് സ്പൈഡർ. 2 വെറൈറ്റി ഇருக்கு, ജയനൂട്ട് ൂട്ടും ബ്ലാക്ക് വുഡും 2 സ്പൈഡറും നമുക്കിവിടെ കാണാമെന്നുള്ളതാണ് കേട്ടോ. രണ്ടും അടുത്തടുത്ത് തന്നെ ഇരിപ്പുണ്ടെന്നുള്ളതാണ്. ഷോള ഫോറസ്റ്റും ഡ്രൈ ഫോറസ്റ്റും രണ്ടിൻ്റെയും ബോർഡറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അതായത് ഈ ഡ്രൈ ഫോറസ്റ്റിൽ നമുക്കറിയാം വേനൽക്കാലത്ത് തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെ തീ പിടിച്ചാലും അത് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് മഴ പെയ്യുമ്പോഴത്തേക്ക് അത് വീണ്ടും കിളിച്ച് വരും. പക്ഷേ അതേസമയം നമ്മുടെ ബാക്കിൽ കാണുന്ന ഷോല ഫോറസ്റ്റിലേക്കാണ് തീ പിടിച്ചതെങ്കിൽ അത് ടു റിസ്ക് ആണെന്നാണ്. കാരണം വീണ്ടും അങ്ങനെ ഒരു മരം അല്ലെങ്കിൽ ഈ ഷോള വളർന്ന് വരാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 10 years വേണ്ടി വരും എന്നുള്ളതാണ് കേട്ടോ. അതാണ് അവർ ഇത് രണ്ടും കൂടെ എപ്പോഴും ഈ ഒരു വേനൽക്കാലം ആകുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമെന്നുള്ളതാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഫയർ പടരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലീച്ചസ് ഇല്ലേ, ഈ ലീച്ചസ് നമ്മളെ ബ്ലഡ് കുടിക്കുമല്ലോ, കുടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല രീതിയിൽ വലുതായി കഴിഞ്ഞാൽ അത് താഴെ വീഴും. അപ്പോൾ ആ ഒരു ടൈമിൽ അതിനൊരു 200 മുട്ട വരെ ഇടാനുള്ള കപ്പാസിറ്റി ആകുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ഡെത്തിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. അതായത് ഈ ലീച്ചസിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് ഇത് മരിക്കാറായി എന്ന് അതിന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇലകളുടെ അടിയിൽ വന്നിട്ട് അത് മുട്ടയിട്ട് വെക്കും. ഈ പറയുന്ന പോലെ 100-200 മുട്ടയിട്ട് വെക്കും. ഈ മുട്ട ആ സമയം ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇത് വിരിയത്തില്ല. നെക്സ്റ്റ് മഴക്കാലം വരുമ്പോൾ, അതായത് ഈ ഈറം വരുമ്പോൾ, വെള്ളത്തിൻ്റെ അംശം വരുമ്പോഴാണ് പിന്നെ ഈ മുട്ടകളെല്ലാം വിരിയുന്നത്. അപ്പോൾ ഒൺസ് ഒരു മുട്ട ഇട്ട് ഇത്രയും 200 മുട്ട ഇട്ടാൽ പാതി ഇറந்து പോയിടും. അങ്ങനെ സാധാരണ നമ്മളത് കേൾക്കാറുണ്ട്. ഈ പല മൃഗങ്ങളും മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയൊക്കെ കിട്ടാറുള്ളതെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇതും. അതിൻ്റെ കുറേയൊക്കെ നശിച്ചു പോവും, ബാക്കി സർവൈവ് ചെയ്ത് വരുമെന്നുള്ളതാണ്. യെസ്, അതായത് നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇവരൊക്കെ കണ്ടോ സ്റ്റീൽ ബോട്ടിൽസാണ് വാട്ടർ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം കാടിനുള്ളിലേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലത്തുള്ള കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ സ്റ്റീൽ ബോട്ടിൽസൊക്കെ കൊണ്ടുവരിക. യെസ്, അപ്പോൾ നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഷോല ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രസൻസ് വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ കാട്ടിലൂടെ നടക്കുമ്പോൾ എത്ര കെയർഫുള്ളായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ കരടിയിൽ ഒരു രോമമാണ് കാണിക്കുന്നത് കേട്ടോ. അത് കണ്ടിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്തെന്നുള്ളതാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ട്. അത് വെച്ചിട്ട് ഇതുവഴി കരടി പോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കൊരു കാട്ടുപോത്ത് നിൽക്കുന്നതാ. എല്ലാവരും ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ, കാരണം ഇത് എവിടേക്കാണ് ഓടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാട്ടരമേ മെയിലാണ് കേട്ടോ. കിട്ടില്ല സൈസ് എന്ന് പറഞ്ഞാൽ. പണിപ്പാളി നമ്മൾ പോകുന്ന വഴിയിലാണ് കേട്ടോ കാട്ടരമ. സോ നമ്മളിവിടെ ജസ്റ്റ് നിൽക്കാണ്. ഈശ്വര, മൈ ഗോഡ്, ശരിക്കും ഞങ്ങളുടെ നെഞ്ചൊന്ന് കാളി കേട്ടോ. അതൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ടൊരു ഒറ്റ ഓട്ടം. മൈ ഗോഡ്, എല്ലാവരെയും നെഞ്ചിടിപ്പ്. ഇവിടേക്കൊക്കെ ഈ കാട്ടിനകത്ത് ബുള്ളറ്റ് പോകണമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ ബുള്ളറ്റിൻ്റെ സൗണ്ടല്ല ഗുഡു 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 എന്നുള്ളത്. ഇവിടെ ഉള്ള എല്ലാവരുടെ നെഞ്ചിടിപ്പായിരുന്നു കേട്ടോ. ഇതുവഴിയാണ് കാട്ടുപോത്ത് അങ്ങനെ ഓടിപ്പോയത് കേട്ടോ. മൈ ഗോഡ്.
ടൈഗർ പക്മാർക്കാണ് കേട്ടോ. നേരത്തെ പോയി, അതായത് ഇന്നലെ പോയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ടൈഗറിൻ്റെ പക്മാർക്കാണ് കണ്ടോ. ഇത് തിരുമ്പിലാണ് പോയിരിക്കുന്നത്. ഇവിടെ പോയിരിക്കണം. തിരുമ്പിയാണ് പോയിരിക്കുന്നത്. ഇതുണ്ടോ? യെസ്, ഇപ്പോൾ കറക്റ്റായി. അത്യാവശ്യം നല്ല സൈസുള്ള ടൈഗറാണെന്നല്ലേ. ബിഗ് പെരിയ ടൈഗറാണ് കേട്ടോ. അതാണ് ഇത്രയും നല്ല വലിയ പക്മാർക്ക്. പക്ഷെ നമ്മൾ അതുകൊണ്ട് ഒന്ന് ഡാർക്കാണ്. ആ ഫോറസ്റ്റിനുള്ളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇവിടെയാണ് കുറച്ചൊരു വെട്ടം കണ്ടത്. കുറച്ച് ഇരുളടഞ്ഞ ഫോറസ്റ്റിനകത്തേക്ക് കയറിയിരിക്കണം കേട്ടോ. ലൈറ്റ് വളരെ കുറഞ്ഞു തുടങ്ങി. നമ്മൾ വീണ്ടും ഇറങ്ങി പോകാം കേട്ടോ. യെസ്, ഞാനേ കാട്ടിൽ വന്നപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. ഇതിൻ്റെ ലീഫ് നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയം ഉണ്ടോയെന്ന് നോക്കിക്കോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കറിവേപ്പിലയാണ്. ആക്ച്വലി ഇത് കാട്ട് കറിവേപ്പില എന്നാണ് പറയുന്നത് കേട്ടോ. ലീഫൊക്കെ ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. നല്ല സ്മെല്ല് വരും. ശരിയാ കേട്ടോ, നാട്ടിലെ പോലെ അല്ലോ, നല്ല സ്മെല്ലുണ്ട്. പ്യുവറായിട്ടുള്ള സാധനമല്ലേ. നെക്സ്റ്റ് നമ്മൾ കാട്ടിനകത്ത് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് അവിടെ ഒരു സംഭവം കണ്ടോ കേട്ടോ. ഹണി കണ്ടോ, തേൻ കുറേ ഇരിക്കുന്ന കണ്ടോ. വാവ്, പൊളി കേട്ടോ. ഇത് മലന്തേന ഉറി കടിച്ചാലുമേ ഫീവർ വര മാറി കടിക്കും. അതായത് നമ്മളിപ്പോൾ കണ്ട തേനില്ലേ, ആ തേനെന്ന് പറയുന്നത് മലന്തേനെന്നാണ് അവർ പറയുന്നത്. ആ തേൻ ഒരിക്കലും ഡേ ടൈമിൽ എടുക്കില്ലെന്നാണ് കേട്ടോ. നൈറ്റിൽ മാത്രമേ എടുക്കുകയുള്ളൂ. കാരണം ഡേ ടൈമിൽ എടുത്താൽ ധാരാളം കുത്ത് കിട്ടും. പിന്നെ അതുപോലെയല്ല, ആ കുത്ത് കിട്ടിയാൽ ഭയങ്കര ഫീവർ പോലെ വരുമെന്നാണ് അവർ പറയുന്നത്. സോ നൈറ്റിൽ പോയിട്ടാണ് ആ തേൻ എടുക്കുന്നത്. ആ സമയത്ത് ഈ പന്തമൊക്കെ കത്തിച്ചിട്ട് കൊണ്ടുപോയിട്ടാണ് ആ തേൻ എടുക്കുന്നതെന്നാണ് പറയുന്നത്. ஏன்னா இது மரத்தில் மேலே தான் வைக்கும். நான் ஸ்டாம்பு அந்த கடி தாங்க முடியாமல் கையை விட்டேன்னா கீழே தான் வந்து விடணும். அதனால சேஃப்டியாக நைட்டில் கயிறு கட்டிட்டு இந்த மாதிரி டின்னு கட்டிட்டு போய் அப்புறம் எடுப்பாங்க சேஃப்டியாக. இன்னும் எப்போ எடுக்கும்? நெக்ஸ்ட் மந்த். நெக்ஸ்ட் கை விட்டா இருக்குமா? கடிக்கும். இங்கே தண்ணிக்குள்ளே விட்டால் தான் வைக்கும். തണ്ണിക്കുള്ള വിട്ട് എടുക്കണം. എന്താണ് കേട്ടോ. ഇപ്പം നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഫോറസ്റ്റിൽ പോയാലും ഒരു സഫാരി എടുത്തു അല്ലെങ്കിൽ ഒരു ട്രെക്കിങ്ങിന് പോയി, നമ്മൾ പൊതുവേ ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പോകുമ്പോൾ ചിലപ്പോൾ ഒന്നിനെയും കാണത്തില്ല, ഒരു വൈൽഡ് ആനിമൽസിനെയും കാണത്തില്ല. അപ്പം നമ്മളുടെ ഒരു അറിവില്ലായ്മയാണ്. നമ്മൾ അവിടെ വെച്ചൊരു ഡിസിഷൻ എടുക്കുകയാണ്, ഈ കാട്ടിൽ ഒരു വൈൽഡ് ആനിമലും ഇല്ല, ഒരു വന്യമൃഗങ്ങളും ഇല്ല എന്നുള്ളത്. ആക്ച്വലി അത് നമ്മളുടെ അറിവില്ലായ്മയാണ്. നമ്മളൊരു മൃഗത്തെയും കാണുന്നില്ലെന്നും പറഞ്ഞ് ആ മൃഗം അവിടെ ഇല്ലാത്തതോ ആ മൃഗങ്ങൾ നമ്മളെ കാണാത്തതോ അല്ല. നമ്മളാകെ കൂടുതലും കണ്ണുകൊണ്ട് മാത്രമാണ് കാണാൻ ശ്രമിക്കുന്നത് അല്ലേ. എന്നാൽ മൃഗങ്ങൾ അങ്ങനെ അല്ല. അവർ കണ്ണ്, ചെവി, മൂക്ക് അങ്ങനെയുള്ള എല്ലാം കൊണ്ടിട്ടാണ് അവർ നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഫോറസ്റ്റിലും നമ്മൾ കയറിയിട്ട് വൈൽഡ് ആനിമൽസിനെ കണ്ടില്ലെങ്കിൽ അവിടെ വന്യമൃഗങ്ങളില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുള്ളതാണ്, ഒരു 20 മൃഗമെങ്കിലും നമ്മളെ കണ്ടതിന് ശേഷമായിരിക്കും നമ്മളൊരു മൃഗത്തിനെ കാണുന്നതെന്നുള്ളത് കാട്ടിൽ. അപ്പോൾ അതൊന്നും തന്നെ നമുക്ക് മനസ്സിലായിക്കൂടെ. അങ്ങനെ നമ്മൾ എവിടെ നിന്നാണോ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തിരിച്ചെത്തിയ കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 4 hours എടുത്തു. ഭയങ്കര രസമുള്ളൊരു ട്രക്കായിരുന്നു. കാരണം നമ്മൾ സാധാരണ കാണുന്ന യൂഷ്വൽ ഫോറസ്റ്റിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആയിരുന്നു. പിന്നെ കുറേ പുതിയ അറിവുകൾ നമുക്ക് കിട്ടി. പിന്നെ 2 ട്രക്കിംഗ് ഗൈഡ്സും അടിപൊളിയായിരുന്നു. കുറേ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. ഇത് ബുക്ക് ചെയ്യാനായിട്ട് ട്രക്ക് തമിഴ്നാട് എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട്. ATRPollachi.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി അക്കോമഡേഷനൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ശബരി ദ ട്രാവലർ ഫോളോ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.